ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വെറും രണ്ട് ചേരുവകൾ മാത്രം വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിക്കുന്നത്. മിൽക്ക് മെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ടിന്നിന്ന് കപ്പിലേക്ക് അളന്നെടുത്തിട്ടാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ അല്ലെങ്കിൽ ഒരു 1/4 ഗ്ലാസ്സിന് അളന്നെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ യോഗേർട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ യോഗേർട്ട് ആകുമ്പോൾ പുളിയും കുറവായിരിക്കും, നല്ല കട്ടിയായിട്ടാവും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ തൈര് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തൈര് അധികം പുളിപ്പില്ലാത്ത തൈര് ഒരു തുണിയിൽ കെട്ടി വെച്ചിട്ട് അതിലെ വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ 1/4 കപ്പ് മിൽക്ക് മെയ്ഡിന് നമ്മൾ 1 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് അളവ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഇൻഗ്രീഡിയൻസിൻ്റെ ആ ഒരു മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിന് ശേഷം രണ്ടും കൂടെ നന്നായിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. തൈരിൽ കട്ടിയൊന്നും ഇല്ലാണ്ട് നമ്മൾ നല്ല പോലെ തന്നെ ഇളക്കി മിക്സ് ചെയ്യുക. ഒരു നുള്ളു ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആ മധുരം ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. വളരെ ഒരു പിഞ്ച് ഉപ്പ് ചേർത്താൽ മതി. ഉപ്പും കൂടെ ചേർത്തിട്ട് വീണ്ടും നമ്മൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ കണ്ടൻസ്ഡ് മിൽക്ക് വീട്ടിലുണ്ടാക്കിയിട്ടുള്ളതാണെങ്കിൽ അത് അങ്ങനെയും ചെയ്യാം കേട്ടോ. നമുക്ക് എങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ അത് വേവിച്ചെടുക്കുന്നത് ആ ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഈ ഒരു സ്റ്റീലിൻ്റെ ബൗളിലാണ് കേട്ടോ അത് സ്റ്റീം ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള തൈര് മിൽക്ക് മെയ്ഡിൻ്റെ ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏത് പാത്രത്തിൽ വെച്ചിട്ടും നിങ്ങൾക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. ഇനി നമുക്ക് നല്ല പോലെ ഇത് വേണമെന്നുണ്ടെങ്കിൽ അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് കവർ ചെയ്യുക. ഇല്ലെങ്കിൽ ഇതിന് കറക്റ്റായിട്ടുള്ള അടപ്പുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഈ ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ട് ഒരു തട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റീമർ ഉണ്ടെങ്കിൽ സ്റ്റീമറിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ആ ഒരു പാത്രത്തിൻ്റെ മുകളിലേക്കായിട്ടൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ആദ്യം നമ്മൾ ആ ഒരു പാത്രം നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കുക കേട്ടോ. വീണ്ടും നമ്മൾ വലിയ പാത്രം ഒരു അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കുക. ആ ഒരു പാത്രത്തിൻ്റെ ഹോള് ഉണ്ട് കേട്ടോ, ആ ഒരു ലിഡിന് ഹോളുണ്ട്, അതും കൂടെ ഞാനൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു 30 മിനിറ്റ് നമുക്കിതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് ആവി കയറ്റി വേവിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു ആവിയൊക്കെ പോയതിന് ശേഷം നമുക്കിത് തുറന്നിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 30 മിനിറ്റ് കൊണ്ട് തന്നെ കറക്റ്റായിട്ട് നല്ല പോലെ വെന്തിട്ടുണ്ടാവും. ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തണുപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ തണുപ്പിച്ചതിന് ശേഷമാണ് ഞാനിവിടെ ഡീമോൾഡ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ തണുപ്പിക്കാണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം. തണുപ്പിച്ചിട്ട് കഴിക്കണമെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വെറും 2 ചേരുവകൾ മാത്രം മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല ടേസ്റ്റിയും ഈസിയും ഒക്കെ ആയിട്ടുള്ള റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.